മലയാള കലാരംഗത്ത് സുപരിചിതനായ ഒരു വ്യക്തിയാണ് സുധൻ കൈവേലി. ഗായകൻ, മിമിക്രി തുടങ്ങി സുധൻ കൈവേലി കൈവയ്ക്കാത്ത മേഖലകളില്ല എന്നുള്ളതാണ് സത്യം. സുധന്റെ കലാജീവിതം തെളിനീര് പോലെ അനുദിനം തെളിഞ്ഞു വരികയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിത വഴിയിലേക്കൂടെ സഞ്ചരിക്കാം. കോഴിക്കോട് നാദാപുരം കൈവേലി ഗ്രാമത്തിൽ ജനിച്ച സുധൻ കൈവേലി ഇപ്പോൾ കലാമേഖലയിലെ അക്ഷയപാത്രമാണ്. ഗായകൻ, മിമിക്രി ആർട്ടിസ്റ്റ്, ഡ്രംസ്, ഫ്ലൂട്ട്, ഹാർമോണിയം, തബല തുടങ്ങിയ സംഗീത ഉപകരണങ്ങളിലൂടെ വൈദഗ്ധ്യം തെളിയിച്ചിരിക്കുകയാണ് ഈ കലാകാരൻ. നെഞ്ചോളം വെള്ളം കേറിയ നാടിനെ നമ്മൾ കരകയറ്റി, കടലോളം വീശിയടിച്ചൊരു കാറ്റിനെ നമ്മൾ മലകേറ്റി. ഇക്കാലം മാറും, നമ്മുടെ കാലക്കേടുകൾ കഥയാകും, നാം ഒന്നായി കൂടിയിരുന്നു, നാളെത്തും വിവിധ കലാവിരുന്നുകൾ സംഘമിച്ച് കലയിലൂടെ ഒരു യാത്ര എന്ന വൺമാൻ ഷോ കേരളത്തിലും വിദേശത്തും ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. കഴിഞ്ഞ വർഷം മുംബൈയിൽ തന്നെ 5 വേദികളിൽ നടത്തിയ മികച്ച പ്രകടനത്തിന് ബെസ്റ്റ് വെറൈറ്റി സ്റ്റേജ് പെർഫോമൻസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് സുധന്. പഴയ സുന്ദരമായ നമ്മുടെ കേരളം, ഈ കേരളത്തിൽ നിന്ന് കൊറോണയും പ്രളയവും നിപ്പയും അവസാനം വയനാട്ടിൽ ഉരുൾപൊട്ടൽ വരെയുള്ള കേരളത്തിലേക്കൊരു യാത്ര. ഇതിൽ ഒരുപാട് ആളുകളുടെ സ്പോട്ടിൽ നിന്നാണ്. അത് ഫ്ലൂട്ട് വായിക്കുന്നുണ്ട്, ഒരുപാട് പക്ഷികളുണ്ട്, അതുപോലെ നല്ല മിമിക്രികളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. അവസാനം നമ്മളൊരു ഗാനത്തോടു കൂടി ഒരു 8 മിനിറ്റ് പ്രോഗ്രാമാണ്. ഇപ്പോൾ സ്റ്റേജിൽ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് വെറൈറ്റി പരിപാടികൾ, ഇല്ലിമുളകാട് എന്ന് പറയുന്ന പാട്ട് ഒരു 16 ആളെ ശബ്ദത്തിൽ പാടി, അങ്ങനെ അതൊക്കെ നല്ല ഒരു വൈറലായ ഒരു പരിപാടിയായിരുന്നു. കഴിഞ്ഞ 24 വർഷമായി വട്ടോളി ഹൈടെക് സ്കൂൾ കലാവിഭാഗം കോർഡിനേറ്ററായി സേവനമനുഷ്ഠിച്ചു വരികയാണ് സുധൻ കൈവേലി. എല്ലാത്തിനും പിന്തുണയുമായി ഭാര്യ സുനിതയും മക്കൾ വൈകാശിയും വിഭോയും കൂടെയുണ്ട്. സിനിമയിലും സീരിയലും അഭിനയിച്ച സുധൻ കൈവേലി നിരവധി ഭക്തിഗാനങ്ങളും ആലപിച്ചിട്ടുണ്ട്. മിമിക്രിയും പാട്ടും സംഗീതവും ഒരു കണ്ണിയിൽ എങ്ങനെ ഫലപ്രദമായി കോർത്തിണക്കാം എന്ന് തെളിയിച്ചതിലൂടെ നിരവധി അവസരങ്ങളാണ് രാജ്യത്തിനകത്തും പുറത്തും സുധനെ തേടിയെത്തുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.